മക്കളെ റൂമൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാം. ആന്റി, ഞങ്ങളിവിടെ നിന്ന് നാളെ രാവിലെ വീണ്ടും അവരെ ഫേസ് ചെയ്യണ്ടേ? നിങ്ങളെ പറഞ്ഞ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സൂര്യ ബഹളം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാ വെറുതെ ഒരു പ്രശ്നം? നിങ്ങൾ എൻ്റെ ഗസ്റ്റുകളാ. നിങ്ങൾ ഇവിടെ നിന്നു കരുതി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഇത്രയും കാലം ഈ കുടുംബത്തിലെ ഞങ്ങളെ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇതിപ്പോ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായാലോടി. അല്ല, എന്താ റോഡിൽ വെച്ച് ഇവരായിട്ടുണ്ടായത്? നീ വലിയ പെർഫോമൻസ് ആയിരുന്നു എന്നല്ല പറഞ്ഞല്ലോ. അത് ഇവര് സൂര്യസാറിനെ വഴക്ക് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇവര് പറഞ്ഞില്ലേ? ഇവര് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. റോഡിൽ കണ്ട ഏതോ അലവലാതി പെണ്ണാണെന്ന് നിന്നെ കുറിച്ച് ഇവര് പറഞ്ഞത്. അയ്യോ ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഗിരിമിണ്ടാതിരിക്കെ. ഇവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. സൂര്യ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇവള് വെറും വേലക്കാരിയാ. ഇവിടുത്തെ നിലം തുടയ്ക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തി. ഈ വീടിനകത്ത് വെച്ച് നീ കൂടെ കൂടെ പറയുമല്ലോ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന്. പക്ഷെ പുറത്തിറങ്ങിയ അതല്ല നിന്റെ സ്വഭാവം അല്ലേ? നീ പത്മയുടെയും യതീന്ദ്രദാസിന്റെയും മരുമകളായിട്ട് വിലസാണ് നാട്ടില്. നിങ്ങൾ കാര്യം അറിയാതെയാ സംസാരിക്കുന്നത്. സൂര്യ സാറിനെ ആര് ചീത്ത പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. ഞാൻ ചിലപ്പോ പ്രതികരിച്ചു പോകും. അതെ, സൂര്യ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അത് ചോദിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. അതിന് നിന്റെ ആവശ്യമില്ല. 1000 കണ്ണി അമ്പലത്തിൽ നടക്കുന്ന സുമംഗലി പൂജയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നവരാ ഇവര്. അവരുടെ സന്തോഷം നീ കാരണമല്ലേ ഇല്ലാതായത്? വേണ്ട ആന്റി, ഇതിന്റെ പേരില് ഇയാളോട് ബഹളമൊന്നും വെക്കണ്ട. പ്രാർത്ഥനയുടെയും പൂജയുടെയും മഹത്വം എന്താന്ന് ഇവൾക്ക് മനസ്സിലാവണ്ടേ? വലിയ ഭക്തയാ. ഏത് നേരവും ദൈവത്തിന്റെ കാര്യം പറയാൻ, ദൈവത്തിന്റെ മുന്നിൽ ചെന്നങ്ങോട്ട് കരയാൻ, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അന്തസ്സും ആഭിജാതി ഉള്ളവര് പങ്കെടുക്കുന്ന സുമംഗലി പൂജയായത്. അതിന്റെ 7 അയലത്ത് ചെന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ഒരു കാര്യം ചെയ്, മുകളിൽ പോയി ഇവർക്ക് വേണ്ട 2 റൂം ഒരുക്കിയ. മുറി തുടയ്ക്കണം. ഒരു പൊടി പോലും ഉണ്ടാവാൻ പാടില്ല. എന്താടി പറഞ്ഞു കേട്ടില്ലേ? നീ കാരണം മാനസിക വിഷമുണ്ടായ ഇവർക്ക് നീ തന്നെ റൂം ഒരുക്കി കൊടുത്തോളണം. ഈ വീട്ടിലെ മരുമകളാണെന്ന് പറഞ്ഞില്ലേ ഇവരുടെ മുന്നിൽ നീ അഹങ്കരിച്ചത്? ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് നീ തന്നെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചെല്ല്, ചെല്ലാൻ. അന്തരം നിൽക്ക്. താനവിടെ പോവാ. ഇവർക്ക് മുറി റെഡിയാക്കാൻ. ആർക്ക്? ഇവർക്കോ? വഴിവെക്കിൽ വെച്ച് എന്നെയും നിന്നെയും ചീത്ത പറഞ്ഞ ഇവർക്കോ? അതിനാരാണ് അന്തരിക്ക് നിർദ്ദേശം തന്നെ? പത്മ മേഡം, ഇസ് ഇറ്റ് യു? ഈ വന്ന് നിൽക്കുന്നവരുടെ മുമ്പില് എന്റെ ഭാര്യയെ നാണം കെടുത്തി ആളാവുന്ന ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവർക്ക് മുമ്പിൽ നാണം കെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. സർ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ അതിന് സമ്മതിക്കില്ല. ബന്ധുക്കൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ സൽക്കരിക്കേണ്ടത് പത്മ മേഡത്തിന്റെയും മക്കളുടെയും ജോലിയാ. ഒരേ അവരൊരുക്കി കൊടുക്കട്ടെ. ഇവളെ എന്റെ ഭാര്യ, എന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വലിഞ്ഞു കയറി വരുന്നവർക്ക് മുറി ഒരുക്കി കൊടുക്കേണ്ട ഗതികേടൊന്നും എന്റെ ഭാര്യയ്ക്കില്ല. ആരാടാ വലിഞ്ഞേറി വന്നത്? ഇവരെ എന്റെ ബന്ധുക്കളാ. ഞാനാ ഇവരെ വിളിച്ചു വരുത്തിയത്. നീ ഇവരുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ചാ മതി.
ആയിരങ്കണ്ണി ക്ഷേത്രത്തിലെ സുമംഗലി പൂജയ്ക്ക് പങ്കെടുക്കാനാ ഇവര് വന്നിരിക്കുന്നത്. ആ പൂജയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ എനിക്ക് ഇവരെ തിരിച്ചയക്കണം. ഓ, ഇവളെ പോലുള്ള വൃത്തികെട്ടവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവരെ നാണം കെടുത്താൻ പറ്റില്ല. ആണോ? എന്നാ ഇന്നത്തെ വിരുന്ന് മാത്രമല്ല, സുമംഗലി പൂജ ഞാൻ നന്നായിട്ട് നടത്തി തരാം. തന്ത്രി, ഇവര് ഈ പറഞ്ഞ ആയിരങ്കണ്ണിയിലെ സുമംഗലി പൂജ ഉണ്ടല്ലോ, അതിലേ നമ്മളും പങ്കെടുക്കുന്നു. സർ, ഇതേ എന്റെ തീരുമാന. ഈ വീടിനകത്ത് വെച്ച് തീർക്കാൻ പറ്റാത്തത് നമുക്കേ അവിടെ വെച്ച് തീർക്കാം. അപ്പൊ പത്മാ മേഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇവരെയും കെട്ടി ഒരുക്കി നിങ്ങൾ സുമംഗലി പൂജയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഞാനും നന്ദിനിയും ഉണ്ടാവും. സർ, ഞാൻ താൻ ആരുടെ അടിമപ്പണി ചെയ്യണ്ട, പ്രത്യേകിച്ച് ഇവരുടെ. നന്ദിനി വാ, വരാനാ പറഞ്ഞത്. അപ്പോ അമ്പലത്തിലേക്കുള്ള അളിയന്റെ കൊട്ടേഷൻ കിട്ടി. ഇനിയിപ്പോ നമ്മൾ രണ്ടു കൂട്ടരും ആ പൂജയ്ക്ക് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. കുടിച്ച് വെളിവില്ലാത്ത അവൻ ഓരോന്ന് പറയുന്ന കേട്ടും നിങ്ങൾ തീരുമാനമൊന്നും മാറ്റണ്ട. ആന്റി, ഞങ്ങളുടെ വരവ് നിങ്ങളുടെ കുടുംബകലഹത്തിന് കാരണമായി. ഞങ്ങള് ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. ഈ കലഹമൊക്കെ എന്നും ഇവിടെ ഉള്ളതാ മോളെ. നിങ്ങൾ ഇന്ന് അതിനൊരു കാരണമായെന്ന് മാത്രം. ഓരോ കുടുംബത്തിനും ഒരു അന്തസ്സുണ്ട്. നിലവാരം ഇല്ലാത്തവരൊക്കെ വന്നു കയറിയ ഇതൊക്കെ ആ സ്ഥിതി. ഇത്രയും നേരമായില്ലേ? നിങ്ങൾ ഇവിടെ ഉറങ്ങാൻ നോക്കിയേ. ഇന്ദ്രജ, അവരുടെ റൂമൊന്ന് കാണിച്ചേ. ആന്റി അപമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണ്ടെന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. സത്യം പറഞ്ഞാൽ നാളെ അമ്പലത്തിൽ പോകാനുള്ള താല്പര്യം പോലും ഇല്ലാതെ. സോറി മോനെ, അവൻ അങ്ങോട്ടൊന്നും വരില്ല. അവന് മദ്യപിക്കാതെ ഒന്നും അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വാശിയിൽ വിളിച്ച് പറയുന്നതാ. നിങ്ങൾ വാ. ചെല്ല്. ഒരാളെയും വീട്ടിലേക്ക് വിളിക്കാൻ തന്നെ മടിയാ. നാണം കെട്ട് തല താഴ്ക്കാനും നേരം ഉണ്ടാവും. ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? സാറിന് അങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ.